بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله عليه وعلى آله وصحابه والذين اتبعوهم بإحسان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وأدبا رب تمم بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق إنما الأعمال بالنيات والعاقبة للمتقين ഇനി അറാബിഉ വൽ ഖിറാഅത്തു നിസ്കാരത്തിന്റെ അർക്കാനിൽ നാലാമത്തേത് ഖിറാഅത്ത് എന്നാ. വയുസന്നു ബഅദ തഹറുമി, പിന്നെ ദുആഉൽ ഇഫ്തിതാഹി അങ്ങനെയുള്ള മത്തിന്. അപ്പോൾ അവിടെ അറാബിഉ മിനൽ അർക്കാനി അൽ ഖിറാഅത്തു ലിൽ ഫാത്തിഹത്തി ഫിൽ ഖിയാമി. ഖിറാഅത്ത് ഫാത്തിഹയാണ് ഓതേണ്ടത്, ഖിയാമിൽ നിന്നിട്ടാണ് ഓതേണ്ടത്. ഔ ബദലിഹി, അല്ലെ അതിൻ്റെ ബദലിലാണ് ഓതേണ്ടത്. നൃത്തത്തിൻ്റെ ബദൽ അതിന് കഴിയാത്ത ആൾക്കാർ നേരത്തെ പറഞ്ഞല്ലോ, ഇരുത്തം, കടത്തം ചരിഞ്ഞ് അല്ലെങ്കിൽ മലന്ന് കടത്തം, ഇതെല്ലാം പറഞ്ഞ ബദൽ. ലിമായത്തി, ശേഷം വരുന്ന തെളിവിന് വേണ്ടി അത് ഫാത്തിഹ ഓതണമെന്ന്. തഅയ്യനുൽ ഫാത്തിഹത്തു എന്ന് ശേഷം വരുന്നുണ്ട് അവിടെ. അതിൻ്റെ തെളിവ് അതിൻ്റെ ശറഹിൽ വരുന്നത് അതാ ലിമായത്തി എന്ന് പറഞ്ഞ. വയുസന്നു വഖീല യജിബു. അപ്പോൾ അൽ ഖിറാഅത്തു എന്ന് പറഞ്ഞത് ഖിറാഅത്തുൽ ഫാത്തിഹയാണ്. പിന്നെ യുസന്നു എന്ന് പറഞ്ഞിട്ട് ബഅദ തഹറുമി ദുആഉൽ ഇഫ്തിതാഹിന വഖീല യജിബു. അല്ല, അത് നിർബന്ധമാണെന്നും അഭിപ്രായമുണ്ട്. ദുആഉൽ ഇഫ്തിതാഹ് വാജിബാണ്. പിന്നെ നമ്മളെ മദ്ഹബ് അനുസരിച്ച് തന്നെ ഖീല യജിബു എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബിൽ ദുആഉൽ ഇഫ്തിതാഹിനെ അവർ സനാ എന്നാ പറയാ. അവർക്ക് അഫ്ളലായ സീഗ വേറെന്താന്നേ ഉള്ളൂ, നമ്മളെ അഫ്ളലായ സീഗ അല്ല. ആ സനാ വാജിബാണ്. ഏതായാലും വാജിബാവുമ്പോൾ ഒഴിവാക്കൽ ഖറാഅത്താവുമല്ലോ. വജ്ഹത്ത് വജ്ഹിയലില്ലത്, അതായത് വജ്ഹത്ത് എന്നാണ് നമ്മൾ പറയല്. അപ്പോൾ ആ വജ്ഹത്ത് ഒഴിവാക്കൽ അല്ലെ ദുആഉൽ ഇഫ്തിതാഹ് ഒഴിവാക്കൽ ഖറാഅത്താന്ന് വന്നു ഖീല യജിബു എന്ന് പറയുമ്പോൾ. ഫത്ഹുൽ മുഈൻ അല്ല, ചിലർ ചോദിക്കലുണ്ട് വജ്ഹത്ത് ഒഴിവാക്കൽ ഖറാഅത്ത് നസ്സായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ഫത്ഹുൽ മുഈനിൽ ഇതേമാതിരി തന്നെ പറഞ്ഞിട്ട് പിന്നെ നിസ്കാരത്തിൽ കറാഹത്തുകൾ പറയുന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത്, ഈ നിസ്കാരത്തിന്റെ എല്ലാ സുന്നത്തും ഏതൊരു സുന്നത്തും ഒഴിവാക്കൽ കറാഹത്താണെന്ന് നബി ഇമാമ് ശറഹ് മദ്ഹബിലാന്ന് തോന്നുന്നു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെന്താക്കണം, ഒന്നിയിൽ ഇങ്ങനെ വാജിബാന്ന് ഖിലാഫുള്ള സുന്നത്ത് എന്നോ അല്ലെങ്കിൽ മുഅക്കദായ സുന്നത്ത് എന്നോ അതിനർത്ഥം പറയണം, ഹംലി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫത്ഹുൽ മുഈനിൽ തന്നെ വജ്ഹത്ത് ഒഴിവാക്കൽ ഖറാഅത്ത് കിട്ടിയല്ലോ അല്ല. ഈ സ്ഥലം ആ സ്ഥലവും കൂടി കൂട്ടുമ്പോൾ പിന്നെ ബഅദ തഹറുമി, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശേഷം. എന്തിന് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു? ബി ഫർലിൻ, ഫർള് കൊണ്ട്. ഒരു ഫർള് നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം, ഔ നഫ്ലിൻ, അല്ലെ സുന്നത്ത് നിസ്കാരത്തിന്. അപ്പോൾ സുന്നത്ത് നിസ്കാരത്തിനും വജ്ഹത്ത് ഓതണം അല്ലെ, അത് ഒഴിവാക്കൽ ഖറാഅത്ത് വരും. നഫ്ലിൻ മാഅദ സലാത്തിൽ ജനാസത്തി, ജനാസ നിസ്കാരം ഒഴികെ അതിനെന്തില്ല, വജ്ഹത്തില്ല. പിന്നെ അത് വജ്ഹത്തില്ലാത്തത് മയ്യത്തിന് വേണ്ടിയുള്ള ദുആ ആണ്. അപ്പൊ മയ്യത്ത് മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കൽ എന്ത്, ഖുർആൻ ഓതി ദ്വാരക്കാന്നല്ലേ. അപ്പൊ ഫാത്തിഹ ഓത് ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞതിന് ശേഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് സലാത്തിയല്ലേ രണ്ടാമത്തെ. അപ്പൊ ദ്വാരക്കുന്നതിന് മുമ്പ് സലാത്തിയല്ലാണല്ലോ. അത് കഴിഞ്ഞ് ദ്വാരക്കും സലാം കിട്ടും അത് തന്നെ. അപ്പൊ അതുകൊണ്ട് വജ്ഹത്തില്ല.
ദുആഉൽ ഇഫ്തിതാഹ്. അതിനും പുറമെ മയ്യത്തിന്റെ ഇത് ജനാസ സംസ്കരണം ധൃതിയിലാക്കണമല്ലോ, അപ്പൊ അങ്ങനെ ഒരുപാട് നീളാതിരിക്കാനും. പിന്നെ ഹനഫി മദ്ഹബ് അനുസരിച്ച് ഫാത്തിഹ അല്ലള്ളത്, അവിടെ സനാ. അതിനും കാരണം പറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള ദുആ ആണ്. അപ്പൊ ദുആന്റെ മുമ്പ് ഹംദും സ്വലാത്തും അല്ലേ വേണ്ടത്? അപ്പൊ ഫാത്തിഹ അല്ല സനാ വേണ്ടത്. അത് കഴിഞ്ഞ് സ്വലാത്ത്, അത് കഴിഞ്ഞ് ദുആ. നമ്മളെ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഹംദാണല്ലോ, അങ്ങനെയാവും. ഇനി വലൗ അല ഗായിബിൻ ഔ ഖബറിൻ അലൽ ഔജഹി, ആ ജനാസസ്കാരം ഗായിബായ മയ്യത്ത് നിസ്കരിച്ചാലും ഖബറിന്റെ അടുത്ത് നിസ്കരിച്ചാലും ഒക്കെ അങ്ങനെ തന്നെ. അതിനാ അവിടെ തഖീർ വരുന്നില്ലല്ലോ, മയ്യത്ത് മറവ് ചെയ്യല് പിന്തല് വരുന്നില്ലല്ലോ എന്നുള്ള നിലക്ക് അവിടെ ഖിലാഫുണ്ട്. എന്താ സുന്നത്ത്? ദുആഉൽ ഇഫ്തിതാഹ്. ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വജ്ജഹ്തു വജ്ഹിയ അതാണ് പറയുന്നത്. അപ്പൊ ഇതിന് ഈ ദുആ എന്ന് പറയാൻ കാരണം എന്താ? ദുആ എന്ന് പറയാൻ കാരണം അത് പല റിവായത്തിൽ വന്നിട്ടുണ്ടല്ലോ, അതിന്റെ പല പദങ്ങളുണ്ടല്ലോ. അതിൽ ചില പദങ്ങൾ ദുആ ആയതുകൊണ്ട് മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞു. അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, അങ്ങനെ ദുആ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തായി അങ്ങനെ. അല്ലെങ്കിൽ ദുആ പോലെ സവാബ് ലഭിക്കുന്നതാണ് എന്നർത്ഥത്തിന് എന്ത് ചെയ്തിട്ട് ദുആ എന്ന് പേര് പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഷെർവാനി പറയുന്നുണ്ട്. ഇല്ലാ ലിമൻ അദ്റക്കൽ ഇമാമ. എന്നാൽ ഈ ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്തില്ലാത്ത 2-3 ആൾക്കാരുണ്ട്. അതാ പറയുന്നത്. ഇല്ലാ ലിമൻ അദ്റക്ക അൽ ഇമാമ ഫി ഗൈറിൽ ഖിയാമി, ഇമാമിനെ ഖിയാമ അല്ലാത്തതിൽ കിട്ടിയ ആള്. അപ്പൊ ഇവൻ വന്നപ്പോ ഇമാം റുക്കൂയിലാണ്, അല്ലെ സുജൂദിലാണ്, അല്ലെങ്കിൽ ഇടയിലിരുത്തത്തിലാണ്, അല്ലെ അത്തഹിയ്യാത്തിലാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ഇവൻ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തിട്ട് ഇമാമിലേക്ക് അങ്ങ് പോവല്ലേ ചെയ്യാ. അപ്പൊ ഇമാമിന്റെ കൂടെ യോജിച്ചു, ഇപ്പം സുജൂദിലേക്ക് പോയി, അല്ലെ തഹിയ്യാത്തിലിരുന്നു. പിന്നെ എഴുന്നേറ്റ് വന്നിട്ട് ഇവൻ ഫാത്തിഹ ഓതാൻ തുടങ്ങുമല്ലോ, അതിന്റെ മുമ്പ് ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്തില്ല എന്നാ പറഞ്ഞത്. മാലം യുസല്ലിം ഖബ്ല അൻ യജ്ലിസ, ഇമാമ സലാം ഇട്ടാതിരിക്കുമ്പോ ഖബ്ല അൻ യജ്ലിസ, ഇവൻ ആ മന്നദറക്കണ്ടല്ലോ, ആ മൗമൂമ്, അവൻ ഇരിക്കുന്നതിന്റെ മുമ്പ് സലാം ഇട്ടാതിരിക്കുമ്പോൾ, അപ്പോ പിന്നെ ഖിയാമിൽ അല്ലാതെ ഇമാമിനെ കിട്ടി. ഉദാഹരണത്തിന് അത്തഹിയ്യാത്തിലായിരുന്നു. അപ്പൊ ഇവൻ വന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തി. തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് ഇരിക്കാൻ അങ്ങോട്ട് ഒരുങ്ങുമ്പോഴത്തേക്ക് ഇമാം അസ്സലാമു അലൈക്കും അങ്ങോട്ട് സലാം തുടങ്ങി. എന്നാ പിന്നെ ഇവനെ ഇരിക്കരുതല്ലോ, അവിടെ നിൽക്കണം. അപ്പൊ ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്തുണ്ട്. അതാ മാലം യുസല്ലിം ഖബ്ല അൻ യജ്ലിസ എന്ന് പറഞ്ഞത്. ഔഫിൽ എഴുത്തിദാലി, അല്ലെങ്കിൽ എഴുത്തിദാലിൽ എത്തിച്ചു, എന്നാലും എന്തില്ല ഫി ഗൈരിൽ ഖിയാമി എന്ന് പറയുമ്പോ അധിക ഹുക്കുമുകളും എഴുത്തിദാല് ഖിയാമു പോലെയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എന്താക്കിയത് ഫി ഗൈരിൽ ഖിയാമി ഔഫിൽ എഴുത്തിദാലി എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഗൈറുൽ ഖിയാമിൽ അത് പെടുമല്ലോ, അല്ലെ? അപ്പോ എഴുത്തിദാലിൽ എത്തിച്ചു. എന്നാലോ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞിട്ട് ഇവൻ എഴുത്തിദാലിന്റെ ദിക്റല്ലേ ചെല്ലേണ്ടത്. അപ്പോ പിന്നെ അങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് അടുത്ത റക്അത്തിലാണ് ഫാത്തിഹ ഓതുക. അപ്പൊ അതിന് മുമ്പ് ഇതില്ല, ദുആഉൽ ഇഫ്തിതാഹ് ഇല്ല. അതൊരാള്. ലിമൻ ഖാഫ ഫൗത ബഅലിൽ ഫാത്തിഹത്തി, പേടിച്ചാളും. അപ്പൊ ആ പേടിച്ചാള് എന്ന് പറഞ്ഞിട്ട് വഇല്ല ലിമൻ ഖാഫ എന്ന് പറയുന്ന ആള് ഇമാമിനെ ഖിയാമിൽ തന്നെ കിട്ടിയ ആളാ. എന്നിട്ട് ഇവൻ ഫാത്തിഹയിൽ നിന്ന് അല്പം നഷ്ടപ്പെടുമെന്ന് പേടിക്കുന്നു. എപ്പോലോ അത്താബിഹി ദുആഉൽ ഇഫ്തിതാഹ് കൊണ്ടുവന്നാൽ, അത് നിർവഹിച്ചാൽ ഫാത്തിഹന്ന് കുറച്ച് പോകുമെന്ന് പറഞ്ഞു. ഇല്ല ലിമൻ ഖാഫ ഫൗത ബഅലിൽ ഫാത്തിഹത്തി ലൗ അത്താബിഹി, അതിനെ കൊണ്ടുവന്നാൽ. പിന്നെ വഇല്ല ഇൻ ലാഖൽ വക്തു, അപ്പോ അതങ്ങനെ. പിന്നെ ഇല്ല ഇൻ ലാഖൽ വക്തു, സമയം കുടിസായാൽ ഒഴികെ, അത് മൂന്നാമത്തെ ഇസ്തിസ്ന. അപ്പോ ഇയാള് ഇമാമിനെ ഖിയാമിൽ കിട്ടിയ ആളാണ്. പക്ഷെ ഇയാള് ദുആഉൽ ഇഫ്തിതാഹ് ഓതുമ്പോഴത്തേക്ക് അല്ല, ഇല്ല ഇൻ ലാഖൽ വക്തു എന്ന് പറഞ്ഞത് മുൻഫരിദാണ്. അത് മുൻഫരിദാ, ഒറ്റക്ക് നിസ്കരിക്കുന്നവനാ. അപ്പൊ ഇയാള് ദുആഉൽ ഇഫ്തിതാഹ് ഓതിയാൽ എന്തുവരും?
സമയം നിസ്കാരം കുറച്ച് ഖാരിജായി പോകും. അത് ബിഹൈസു യഖ്റുജു ബഅദു സ്വലാത്തി അൻഹു, ആ വക്തിനെ തൊട്ട് ഖാരിജാകും. ആ നിലക്ക് സമയം കുടിസായാലും ദുആഉൽ ഇഫ്തിതാഹ് ഓതരുത്, വജ്ഹത്ത് ഓതരുത്. എപ്പോ ഖാരിജാവുന്ന ലൗ അത്താബിഹി, അത് നിർവഹിച്ചാൽ ഖാരിജാകും എന്ന. ഇനി വത്തഅവ്വുദു മിസ്ലുഹു ഫി ഹാദിഹി സലാസത്തി, ഈ ഇസ്തിസ്നയിൽ തഅവ്വുദ് അതുപോലെയാണ്. അപ്പോ തഅവ്വുദ് ദുആഉൽ ഇഫ്തിതാഹ് പോലെയാണ് ഫി ഹാദിഹി സലാസത്തി. അപ്പൊ അഊദ് ഓതൽ സുന്നത്തുണ്ടെന്ന് ശേഷം പറയുന്നുണ്ട്, അവിടെ ഈ മൂന്നാളിനെ ഇസ്തിസ്ന ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അതില് സമയം കുടിസായാല് എന്ന പോലെ ഫാത്തിഹയിൽ നിന്ന് അല്പം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ കൂടെ റുക്കുവിൽ കിട്ടൂല, റുക്കുവിന് മുമ്പ് കിട്ടൂല എന്നർത്ഥം. ഇമാമിന്റെ കൂടെ റുക്കുവിന്റെ മുമ്പ് കിട്ടൂല, അങ്ങനെ പേടിക്കുന്ന ആള് അവിടെ രണ്ടിടത്തും അഊദ് ഓതണ്ടെന്ന് പറഞ്ഞത് ലാഹിർ തന്നെയാണ്. പക്ഷെ ആദ്യം പറഞ്ഞ ഖിയാമ അല്ലാത്തതില് അല്ലെങ്കിൽ എഴുത്തിദാലിൽ കിട്ടിയ ആ ഇമാമിന്റെ മൗമൂമ് എന്താണ്, അയാൾ അഊദ് ഓതണമല്ലോ അല്ലേ. അപ്പൊ ഫി ഹാദിഹി സലാസത്തി എന്ന് പറഞ്ഞെടുത്ത് ഷർവാനി പറഞ്ഞ് ഹാദാ യുവാഫിഖു മാ തഖദ്ദമ ഫി ഹാദിഹി എന്ന് പറഞ്ഞ സലാസത്തി അയിൽ മുസ്തസ്നാത്തി ഖദ് യൂഹിമു അന്നഹു ഇദാ ദറക്കൽ ഇമാമ ഫി ഗൈറിൽ ഖിയാമി ബി ശർത്തിഹി യത്രുക്കു തഅവ്വുദ മുത്ലഖൻ. അങ്ങനെയാണ് മനസ്സിലാകുന്നത് അഊദ് ഓതരുതെന്ന്. അതായത് പിന്നെ ഇയാൾ വന്നിട്ട് ഫാത്തിഹ ഓതുമല്ലോ, അടുത്ത റക്അത്തിലെത്തി ഖിയാമിലെത്തിയിട്ട് ഫാത്തിഹ ഓതുമ്പോൾ അഊദ് ഓതണ്ടെന്നാ വരിക. വലൈസ ബി മുറാദിൻ, അത് മുറാദല്ല. വലിദാ ഖാല ഫിന്നിഹായ സുമ്മ യുസന്നു തഅവ്വുദു ബിശ്ശുറൂത്തിൽ മുതഖദ്ദിമത്തി മാ അദൽ ജുലൂസി മഅഹു ലിഅന്നഹു മുഫവ്വിത്തുൻ. ഇമാമിന്റെ കൂടെയുള്ള ജുലൂസ് ഒഴികെ, ആ ജുലൂസ് മുഫവ്വിത്താണ് എന്ന് പറഞ്ഞു. മുഫവ്വിത്തുൻ എവിടെ, സമ്മ അവിടെ, ആ തഅവ്വുദിന്റെ അവിടെ അല്ല. സമ്മ എന്ന് പറഞ്ഞാൽ ദുആഉൽ ഇഫ്തിതാഹിന്റെ അവിടെ, ലിഫവാത്തിൽ ഇഫ്തിതാഹി ബിഹി ലാ ഹുന, ഇവിടെ അത് മുഫവ്വിത്തല്ല. ലിഅന്നഹു ലിഖിറാഅത്തിൽ ലം യശ്റഅ ഫീഹാ, അത് എന്താണ്, ഇവൻ ആരംഭിക്കാത്ത ഖിറാഅത്തിന് വേണ്ടിയാണ്, ശേഷം ഓതുന്ന ഫാത്തിഹയ്ക്ക് വേണ്ടിയാണ് അഊദു. അപ്പൊ തഅവ്വുദ് അപ്പൊ അവിടെ ഓതണമെന്നാ. പിന്നൊന്ന് ഒരു സ്ഥലം കൂടി ഇസ്തിസ്നയുണ്ട്. ഫാത്തിഹയിൽ അഊദിൽ ആരംഭിച്ചു പോയാൽ ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്തില്ല. അവിൽ ഖിറാഅത്തി, അല്ലെങ്കിൽ ഖിറാഅത്തിൽ ആരംഭിച്ചാൽ ഒഴികെയും. വലൗ സഹ്വൻ, ആരംഭിക്കൽ മറന്നിട്ടാണെങ്കിലും. അപ്പോ സബഖുൽ ലിസാനായിട്ടാണെങ്കിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സബഖുൽ ലിസാനല്ല, അതായത് ഇവനെന്ത് ചെയ്ത് വജ്ജഹത്തു ഓതാൻ വിചാരിച്ച അഊദ് ആയിപ്പോയത് സബഖുൽ ലിസാൻ. അതല്ലാതെ മറന്നിട്ടെന്തായി, ഫാത്തിഹയോ ബിസ്മില്ലാഹി എന്ന് ഫാത്തിഹ തുടങ്ങിപ്പോയി, അല്ലെങ്കിൽ അഊദും തുടങ്ങിപ്പോയാൽ പിന്നെ വജ്ജഹത്തില്ല. അങ്ങനെയാണ്. ഇനി വറദ ഫീഹി അദ്ഇയത്തുൻ കസീറത്തുൻ, അണ്ട ഇതിൽ ഒരുപാട് ദുആ വാരിദായിട്ടുണ്ട് ഈ തഅവ്വുദില്. മശഹൂറത്തുൻ, മശഹൂറായ ഒരുപാടുണ്ട്. അഫ്ളലുഹാ വജ്ജഹത്തു വജ്ഹിയ എന്നിങ്ങനെയാണ്. അപ്പൊ അതിൽ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷർവാനി അതിൽ കുറെ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹാ, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ കബീറ സുബ്ഹാനല്ലാഹി ബുക്റത്തൻ വാസീല. ഇതൊക്കെ ചെറിയ ആണ് സുന്നത്ത് നിസ്കാരത്തിലൊക്കെ അതൊക്കെ അങ്ങോട്ട് ഓതിയാല് അഫ്ളലാവൂലെന്നേ ഉള്ളൂ. കറാഹത്തുനിന്ന് ഒഴിവായി കിട്ടുമല്ലോ, സുന്നത്തിന്റെ കൂലിയും കിട്ടും. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സ്സമാവാതി, അങ്ങനെയാണ്. അതിന്റെ ഇടയ്ക്ക് വജ്ജഹത്തു വജ്ഹിയന്റെ അർത്ഥം പറയുന്നത് ഈ ദാത്തി എന്നാണ്. ദാത്തിയ, എന്റെ മുഖം എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം എന്നാ. ബിൽ വജ്ഹി, ദാത്തിനെ തൊട്ട് വജ്ഹ് എന്ന് പറയാൻ കാരണം, കിനായത്താക്കാൻ കാരണം ഇഷാറത്തൻ ഇലാ അന്നൽ മുസല്ലിയ, സൂചിപ്പിക്കാനാണ്. എന്തിലേക്ക്? നിസ്കരിക്കുന്ന ആള് യംബഗി അൻ യകൂന കുല്ലുഹു വജ്ഹൻ, ആ നിസ്കരിക്കുന്ന ആളിന്റെ ആള് മുഴുവൻ, കുല്ലുഹു എന്ന് പറഞ്ഞാൽ മുസല്ലി മുഴുവൻ വജ്ഹാകണം. മുഖ്ബിലൻ ബി കുല്ലിയത്തിഹി, അവൻ പൂർണ്ണമായും
അഭിമുഖമായവനാകണം അലല്ലാഹി തആല, ശ്രദ്ധിച്ചവനാകണം അലല്ലാഹി തആല, അള്ളാനെ ശ്രദ്ധിച്ചവനാകണം. ലാ യൽതഫിത്തു ലിഗൈരിഹി ബിഖൽബിഹി ഫീ ലഹ്ലത്തിൻ മിൻഹാ, അവൻ എന്ത് ചെയ്യരുത്, തിരിയരുത്. ലിഗൈരിഹി, അല്ലാഹ് അല്ലാത്തതിലേക്ക്, ബിഖൽബിഹി, അള്ളാന്റെ കൽബ് കൊണ്ട്, ഇവന്റെ കൽബ് കൊണ്ട് അല്ലാഹ് അല്ലാത്തവരിലേക്ക് തിരിയരുത്. ഫീ ലഹ്ലത്തിൻ മിൻഹാ, നിസ്കാരത്തിൽ നിന്നുള്ള ഒരു ലഹലത്തിലും എന്താക്കാൻ പാടില്ല, തിരിയാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ. അപ്പൊ മജാസായി അങ്ങനെ പറഞ്ഞു. ദാത്തിനെ തൊട്ട് വജ്ഹ് എന്ന് മജാസായി പറഞ്ഞതാണ്. കുല്ലിനെ തൊട്ട് ജുസു കൊണ്ട് ഇബാറത്തിട്ടതാണ് അർത്ഥം ഇതിനാണ്. അപ്പൊ ശരീരം മുഴുവൻ വജ്ഹ് പോലെ ആകണം എന്നതാണ് അതിന്റെ അലാഖത്ത്. അപ്പോ ശരീരം നേരിടിച്ചു എന്ന് പറയുമ്പോ ആ ശരീരം കൊണ്ടുണ്ടാകുന്നത് എന്താണ്, അത് ഹൃദയത്തിന്റെ വജ്ഹാണ് എന്ന് എന്താണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ മുഖം, എന്റെ ദാത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ഹൃദയം എന്നാണ് അർത്ഥം. പിന്നെ അല്ലെങ്കിൽ പിന്നെ ജിഹത്തൊക്കെ വന്നു പോവുമല്ലോ. പിന്നെ വയംബഗി മുഹാവലത്തു സിദ്ഖി, അപ്പോ വജ്ജഹത്തു വജ്ഹിയ എന്ന് പറയുമ്പോ വേറെന്തെല്ലാം ആലോചിച്ചോണ്ട് അത് പറയരുത് എന്നർത്ഥം. ഹൃദയം കൊണ്ടുള്ള തൗജീഹ് പറഞ്ഞില്ലേ, ലാ യൽതഫിത്തു ലിഗൈരിഹി ബിഖൽബിഹി എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ടുള്ള തൗജീഹ്, മുന്നിടിക്കൽ, അത് അങ്ങനെ ചെയ്തുകൊണ്ട് വേണം എന്താകാന്, ഇത് പറയാൻ. എംബഗി മുഹാവലത്തു സിദ്ഖി, സത്യമാകാൻ പരിശ്രമിക്കണം. ഇന്ദ തലഫുദ് ബിദാലിക, ഇത് ഉച്ചരിക്കുമ്പോ, വജ്ജഹത്തു വജ്ഹിയ എന്ന് ഉച്ചരിക്കുമ്പോ. ഹദറം മിനൽ കെദിബി, എന്തിനാണ് വേറെന്തോ ആലോചിച്ചിട്ട് വജ്ജഹത്തു വജ്ഹിയ എന്ന് പറഞ്ഞാൽ കെദിബായി പോലെ, കളവാവൂലേ. ആ തൗജീഹ് കൽബ് കൊണ്ട് പൂർണ്ണമായ നിലയിൽ ഇല്ലാതാവുമ്പോ കളവായി പോകൂലേ, അത് വരാതിരിക്കാൻ. പ്രത്യേകിച്ച് ഫീ മിസ്ലി ഹാദൽ മഖാമി, കണ്ട് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് അല്ലാഹു തആലയോടുള്ള മുനാജാത്ത് തുടങ്ങുന്ന ആ സ്ഥലത്ത്, പിന്നെ അവന്റെ അളമത്തും ഒക്കെ ഹൈബത്തും ഒക്കെ ഹാലിറാക്കിയിട്ട് ഖുശൂഅ് തുടങ്ങി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാ വജ്ജഹത്ത് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ചും കളവൊന്നുമിടല്ലോ എന്ന്. അപ്പൊ അത് മനസ്സിൽ വെച്ച് വജ്ജഹത്ത് വജ്ഹിയ പറയണം. ലില്ലദീ വതറസ്സമാവാതി വല്ലർള, ആർക്കാണ് തൗജീഹ് ചെയ്തത്? ലില്ലദീ, ഒരുത്തന്. എങ്ങനത്തെ ഒരുത്തൻ? ഫത്തറസ്സമാവാതി വല്ലർള, ആകാശഭൂമിയെ സൃഷ്ടിച്ചു. ഫത്തറ എന്ന് പറഞ്ഞാൽ ഐ അബ്ദഅ എന്ന. പിന്നെ അലാ ഗൈരി മിസാലിൻ സബഖ, അത് ഈ ഫത്തറ എന്ന് പറയുമ്പോഴും അബ്ദഅ എന്നൊക്കെ പറയുമ്പോ ഖലഖ എന്നത് അല്ലാത്തൊരർത്ഥം ഉണ്ട് അവിടെ. അതാണ്, അതൊരു ആവിഷ്കാരം എന്നാണ്. ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞാല് മുമ്പ് ഒരു മാതൃക ഇല്ലാതെ പുതിയൊരു മാതൃകയിൽ സൃഷ്ടിക്കുക എന്നല്ലേ. ആകാശഭൂമിന്റെ മാതൃക മുമ്പില്ലല്ലോ. അള്ളാഹ് ഖൽഖ് ചെയ്യുന്നതെല്ലാം എന്താണ്, ഇബ്ദാ അല്ലേ. അതാ ഫത്തറസ്സമാവാതി വല്ലർള ഐ അബ്ദഅഹുമ, അത് രണ്ടിനെ ആവിഷ്കരിച്ചു. അലാ ഗൈരി മിസാലിൻ സബഖ, മുമ്പ് കഴിഞ്ഞുപോയ ഒന്നിന്റെ ആ മിസാല്, പിന്നെ മിസാല് ആയിട്ടല്ലാതെ. പിന്നെ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വല്ലർള ഹനീഫൻ മുസ്ലിമൻ എന്നിങ്ങനെയാണ്. ഐ മായിലൻ അൻ കുല്ലിൽ അദിയാനി വത്തറായിഖി ഇലാ ദീനിൽ ഹഖി വതരീഖിഹി, മറ്റെല്ലാ ദീനുകളും ഉപേക്ഷിച്ചവനായ നിലയിലും വത്തറായിഖി, മറ്റെല്ലാ മാർഗങ്ങളും ഉപേക്ഷിച്ചവനായ നിലയിലും. എന്തിലേക്ക്? അതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്തിലേക്ക് വന്നവനായ നിലയിൽ? ദീനിൽ ഹഖി, ഹക്കായ ദീന് ഇസ്ലാം, വതരീഖിഹി, അതിന്റെ ആ വഴിയിലേക്കും. അപ്പൊ ദീനും തരീഖും കൊണ്ട് ഉദ്ദേശം ദീന് അസ്ല് ഈമാന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഇഅ്തിഖാദ്, തരീഖ് എന്ന് പറഞ്ഞത് അതിന്റെ ശരീഅത്ത്, അങ്ങനെ ആയിരിക്കും. വ തർതീബിഹി വബിമാ ബഅദഹുൽ മർഅത്തു അയ്ലൻ അലാ ഇറാദത്തി ശഖ്സി, അത് പറയുന്നത് ഇവിടെ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ എന്നിങ്ങനെ പെണ്ണ് പറയുമ്പോ ഹനീഫൻ എന്ന് പറഞ്ഞാൽ സീഗ മുദക്കറല്ലേ. അപ്പൊ ഹനീഫത്തൻ മുസ്ലിമത്തൻ വമാന മിനൽ മുശ്രിക്കീന എന്നുള്ളടുത്ത് വമാന മിനൽ മുശ്രിക്കാത്തി എന്ന പോലെ വാനമിനൽ മുസ്ലിമീൻ എന്ന് അവസാനമുള്ളടുത്ത് വാനമിനൽ മുസ്ലിമാത്തി എന്നിങ്ങനെ പറയണ്ടേ എന്ന് ചിലർ പറഞ്ഞു. അതിന് പറയാ അത് വേണ്ട,
ഈ പറഞ്ഞ തെത്തിബിഹി ഈ ഹനീഫൻ എന്നതും വബിമാ ബഅദഹു അതിന്റെ ശേഷമുള്ളതും ഈ പറഞ്ഞ മുസ്ലിമൻ എന്നുപോലെ പിന്നെ അവിടെ മുശ്രിക്കീന മുസ്ലിമീന എന്നൊക്കെയുള്ള പദങ്ങൾ അതുപോലെ തന്നെ പെണ്ണും കൊണ്ടുവരണം. അതിലെന്ന് പറഞ്ഞാൽ ആണ് കൊണ്ടുവരും പോലെ. അത് അല ഇറാദത്ത് ഷഖ്സി ഞാന് എന്ന് പറഞ്ഞ ഷഖ്സ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട്, ഷഖ്സ് എന്ന് പറഞ്ഞത് മുദക്കറിനും മുഅന്നസിനും പറയുന്ന പദമാണ് അല്ലെ. അപ്പൊ അങ്ങനെ മതി. മുഅന്നസിനും മുദക്കറിനും പറയുന്നതാണ്. അപ്പൊ അതിന് ആ ഹാലായിട്ട് വരാലോ, ഞാനെന്ന വ്യക്തി. അപ്പൊ ഞാൻ തന്നെ ഹനീഫായ നിലയിൽ മുദക്കറാണ്. വയുഅയ്യിദുഹു അങ്ങനെ ഇറാദത്തു ഷഖ്സ് എന്ന് പറഞ്ഞ തെയ്വീലിനെ തെയ്യീദാക്കുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ട്. എന്ത്? അംറുഹു സല്ലല്ലാഹു തആല അലൈഹി വസല്ലം ലി ഫാത്തിമത്ത റളിയല്ലാഹു തആല അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? ബി അന്ന സലാത്തി ഇലാ ആഖിരിഹി ബി ഇന്ന സലാത്തി, അന്ന സലാത്തി എന്നല്ല ഇന്ന സലാത്തി എന്ന് കൽപ്പിച്ചു. അതിന്റെ അവസാനം വരെ വാനമിനൽ മുസ്ലിമീൻ എന്നല്ലേ ഉള്ളത്. അതുകൊണ്ട് കൽപ്പിച്ചു. ഇന്ത ഷുഹൂദി ഉദ്ഹിയത്തിഹ മഹദി ഉദ്ഹിയത്തിന്റെ അടുക്കൽ സാക്ഷിയായപ്പോ ഇത് പറയാൻ പറഞ്ഞു. ഖൂലി ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു അന മിനൽ മുസ്ലിമീൻ എന്നാണ് മിനൽ മുസ്ലിമീൻ എന്ന് പറയാനാ കൽപ്പിച്ചത്. അപ്പൊ അന മിനൽ മുസ്ലിമാത്തി എന്ന് പറയാൻ കൽപ്പിച്ചിട്ടില്ല. അപ്പൊ ഈ തെയ്വീലാണ് പെണ്ണ് അങ്ങനെ തന്നെ പറയേണ്ടത്. വബിഹി യുറദ്ദു ഖൗലുൽ അസ്നവി കണ്ടോ, മറ്റത് പറഞ്ഞവരെ ഇങ്ങനെ ഈ തെയ്വീല് കൊണ്ട്, വബിഹി എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഈ തെയ്വീല് കൊണ്ട്, അതായത് ഷഖ്സ് എന്ന് പറഞ്ഞ ഉദ്ദേശത്തിലാണ് ഇത് പെണ്ണ് പറയുന്നത് എന്നതുകൊണ്ട് യുറദ്ദു ഖൗലുൽ അസ്നവി റഹിമഹുല്ലാ അൽ ഖിയാസു അൽ മുശ്രിക്കാത്തു അൽ മുസ്ലിമാത്തു എന്നിങ്ങനെയാണ് ഖിയാസ് എന്ന് പറഞ്ഞത് റദ്ദ് ചെയ്യപ്പെടും. എന്നപോലെ കൗലു ഗൈരിഹി അസ്നവി ഇമാം അവിടെ പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവരുടെ കൗല് എന്താണ്? റദ്ദ് ചെയ്യപ്പെടും. അവരുടെ കൗൽ എന്താ? അൽ ഖിയാസു ഹനീഫത്തൻ മുസ്ലിമത്തൻ എന്നാണ്. പെണ്ണ് പറയുമ്പോ അങ്ങനെ പറയല ഖിയാസ് എന്ന് പറഞ്ഞതിന് മറുപടിയായി. ഇനി വഹുവ ഹാലും മിൻ വജ്ഹി, അത് ഹനീഫൻ എന്ന് പറഞ്ഞത് വജ്ഹി എന്ന് പറഞ്ഞതിലെ ലമീർ ഉണ്ടല്ലോ, മുത്തക്കല്ലിമിന്റെ ലമീർ അതീന്ന് ഹാലാണത്. പിന്നെ എന്നിട്ട് ഖീല ലാമിൻ ലമീരി വജ്ജഹ്തു എന്നാ പറയുന്നത്. വജ്ജഹ്തു എന്ന ലമീറിന് ഹാലല്ല എന്നാരോ പറഞ്ഞിട്ടുണ്ട്. ലിയല്ല യൽസമ തൈനീസുഹു, അങ്ങനെ വജ്ജഹ്തു എന്ന് പറഞ്ഞ ലമീറിന് ഹാലായാൽ എന്തു വരും? അവിടെ തൈനീസാക്കല് ലാസിമാവുമല്ലോ. അപ്പൊ ഹനീഫത്തൻ മുസ്ലിമത്തൻ എന്ന് പറയല് വരാതിരിക്കാന് ഇങ്ങനെ ചെയ്യണം എന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു. അതിന് വയുറദ്ദു, അതിന് ആ കൈല റദ്ദ് ചെയ്യപ്പെടും. ബി അന്നഹു ഇദാഫുരുള സങ്കല്പിച്ചാല് അന്നൽ മുറാദ ഷഖ്സു മുറാദ് ഷഖ്സാണ് എന്ന് പറഞ്ഞാൽ ലം യൽസം ദാലിക ഇത് ലാസിമാവൂല എന്ന് പറഞ്ഞു. അപ്പൊ ഖീല എന്താണ്? ലാമിൻ ലമീരി വജ്ജഹ്തു എന്ന് പറഞ്ഞത് ശരിയാകണമെങ്കിൽ എന്താകണോ? അത് അതീന്നും ഹാലാകല് പറ്റുന്നു വേണ്ടേ? അതെ, അതിന് ഗർദി അവിടെ പറഞ്ഞത് വഹുവ തഖ്ദീറുൽ കലാം ഇവിടെ ഇങ്ങനെ സങ്കല്പിക്കണം. അതായത് വഹുവ ഹാലും മിൻ വജ്ജഹ്തു ഔ മിൻ ലമീരി, അല്ല ഹാലും മിൻ വജ്ഹി വജ്ജഹ്തു വജ്ഹിയ എന്ന് പറഞ്ഞ വഹുവ ഹാലും മിൻ വജ്ഹിയ ഔ മിൻ ലമീരി വജ്ജഹ്തു ഖീല ലാമിൻ ലമീരി വജ്ജഹ്തു എന്നിങ്ങനെ സങ്കല്പിക്കണം. അപ്പൊ വജ്ഹി എന്നതിൽ ഹാലാണ്, അല്ലെങ്കിൽ മിൻ ലമീരി വജ്ജഹ്തു വജ്ജഹ്തുന്റെ ലമീർ എന്ന ഹാലാണ് എന്ന് സങ്കല്പിക്കണം. എന്നിട്ട് ഖീല ലാമിൻ ലമീരി വജ്ജഹ്തു എന്ന് പറഞ്ഞു. അപ്പൊ അതിന് യുറദ്ദു എന്നിങ്ങനെയാണ് അവിടെ കലാമിന്റെ തഖ്ദീർ എന്നാണ്. അപ്പൊ റെഡിയാ. ഈ മുസ്ലിമൻ വമാന മിനൽ മുശ്രിക്കീൻ, ഹനീഫൻ മുസ്ലിമൻ മുസ്ലിമായ നിലയിലും ഞാൻ തന്നെ, വമാന മിനൽ മുശ്രിക്കീൻ ഞാന് ഒരിക്കലും മുശ്രിക്കീങ്ങളിൽ പെട്ടവനേ അല്ല. തേക്കീദല്ലേ, അപ്പൊ അങ്ങനെ അർത്ഥം പറയണമല്ലോ. തേക്കീദുൽ ലായിക്കും ബിൽ മഖാം, ഈ മഖാമിനോട് യോജിക്കുന്ന ഒരു തേക്കീദ്. ഹനീഫൻ മുസ്ലിമൻ എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം തന്നെയാണ് മഖാമിനോട് യോജിക്കുന്ന തേക്കീദ്. പിന്നെ ആ മഖാമ് തേടുന്നു എന്ന നിലക്കാണ് തേക്കീദ് വന്നത് എന്ന്. തേക്കീദ് വന്നെങ്കിൽ ഇൻകാറിന്റെ സാധ്യത ഉണ്ടാവുമ്പോഴല്ലേ തേക്കീദ് ഭംഗിയാകുക എന്നല്ലേ ഉള്ളത് ഇൽമുൽ മാനിയിൽ. അപ്പൊ അതിന് പറഞ്ഞതാണ് അത് മഖാമ് തേടുന്നുണ്ട് തേക്കീദ്. അള്ളഹാനോട്
ഇത് പറയുമ്പോ എന്താണ് പിന്നെ വീണ്ടും വീണ്ടും തെക്കീത് ചെയ്യാന്നുള്ളത് നല്ലതല്ലേ. പിന്നെ ഇന്ന സ്വലാത്തി, അത് കഴിഞ്ഞ് ഇന്ന സ്വലാത്തി അനുസുക്കീന്നോ, അവിടെ എന്റെ നിസ്കാരവും മറ്റു ഇബാദത്തുകളും എന്നാണ്. അപ്പൊ അവിടെ ഖാസിന്റെ മേലെ ആമിനെ അത്ഫ് ചെയ്തതാ. അപ്പൊ ആ ഖാസിനെ ആദ്യം പറയാൻ നിസ്കാരം ഖാസാക്കാൻ കാരണം എന്താ? ഖുസ്സത്ത് അന്നഹ അഫ്ളലു അഅമാലിൽ ബദനി, കാരണം ശരീരത്തിന്റെ അഅമാലിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ്. അതിനും പുറമെ വലിയ അന്നൽ കലാമ ഫീഹ, ഇവന്റെ ഈ സംസാരം വജ്ജഹത്തു വജ്ഹി എന്നിവൻ പറയുന്നത് എവിടെയാണ്? ഫീഹ, നിസ്കാരത്തിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ നിസ്കാരത്തിനെ തഖ്സീസാക്കണല്ലോ, നിസ്കാരത്തിലല്ലേ ഇത് പറയുന്നത്, ഈ ദിക്ർ ചൊല്ലുന്നേ. വനുസുക്കി ഐ ഇബാദത്തി, പിന്നെ വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, പിന്നെ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു, അവന് ശരീക്കില്ല. വബിദാലിക ഉമിർതു എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ പറഞ്ഞ ആശയം എന്ന് പറഞ്ഞത് ഇഖ്ലാസ് അല്ലേ? പിന്നെ റിയാ ഇല്ല എന്നും എന്ന പോലെ അമല് ഇഖ്ലാസ് ഉണ്ട് എന്നതുകൊണ്ടും, അതാണ് ഈ മുമ്പ് പറഞ്ഞതിന്റെ മൊത്തം അതാ. ഞാൻ മുഖ്ലിസാണ്, എന്റെ ഇബാദത്തിൽ എനിക്ക് റിയാ ഒന്നുമില്ല, എനിക്ക് ശിർക്ക് ഖഫിയൊന്നുമില്ല എന്നിങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ചെയ്യണമെന്ന് എന്നോട് കൽപ്പനയുണ്ട്. ഉമിർത്തു വാന മിനൽ മുസ്ലിമീൻ, തീർച്ച തന്നെ ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനുമാണ്. അപ്പൊ ഈ വാന മിനൽ മുസ്ലിമീൻ എന്നാണ് നമ്മൾ പറയാൻ പറഞ്ഞത്. എന്നാല് ഈ ഹദീസിന്റെ റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ ദുആ ആണല്ലത്. അപ്പൊ ആ ദുആയില് പിന്നെ വാരിദ മൗസൂറായത് പറയണ്ടെന്ന് പറഞ്ഞിട്ടല്ല, അതിന്റെ അഫ്ളലല്ലേ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോ ഈ അന മിനൽ മുസ്ലിമീൻ എന്നുള്ളിടത്ത് അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയാറുണ്ട് എന്നാ. അത് ആയത്തിൽ വന്നതാണല്ലോ. വകാന സല്ലല്ലാഹു തആല അലൈഹി വസല്ലം താറത്തൻ യഖൂലു ഹാദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോ ഇത് പറയും, ഏത് വാന മിനൽ മുസ്ലിമീൻ. താറത്തൻ യഖൂലു മാഫിൽ ആയത്തി, ചിലപ്പോ ആയത്തിലുള്ളതാണ് പറയാ. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് അന അവ്വലുൽ മുസ്ലിമീൻ എന്നാണ് സൂറത്തുൽ അൻആമിൽ അങ്ങനെയല്ലേ ഉള്ളത്. അപ്പൊ അത് ചിലപ്പോ അത് പറയും. അപ്പൊ അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണെന്നും നമ്മക്കത് പറയാൻ പറ്റുമോ വജ്ജഹത്തില് എന്നും അഞ്ഞ് പറയുന്നത്. ലിഅന്നഹു അവ്വലുൽ മുസ്ലിമീന മുത്ലഖൻ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ലഖായിട്ട് തന്നെ അവ്വലുൽ മുസ്ലിങ്ങളാണ്. അവ്വലുൽ മുസ്ലിമീന മുത്ലഖൻ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തില് എന്നല്ല, മൊത്തത്തില് ആദ്യത്തെ മുസ്ലിമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ആദ്യമായി വിശ്വസിച്ച ആളാരാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. ഈ ഉമ്മത്തിൽ നിന്നല്ല, അതിനാ മുത്ലഖൻ എന്ന് പറഞ്ഞത്. അത് ഗർദി പറഞ്ഞിട്ടുണ്ട്. എന്തലി അന്നഹു അവ്വലുൽ മഖ്ലൂഖാത്തി ഫി ആലമിൽ അർവാഹി. അപ്പൊ അതെങ്ങനെ സംഭവിക്കാം? ഈ ഉമ്മത്തില് എന്നല്ലാതെ മൊത്തത്തില്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ ആലമുൽ അർവാഹിലെ ആദ്യത്തെ സൃഷ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറല്ലേ അവ്വലുൽ ഖൽഖ്. അവ്വലു മാ ഖറഖല്ലാഹു നൂറു നബിയിക യാ ജാബിർ. ജാബിർ റളിയല്ലാഹു അൻഹുനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതാണ് എന്റെ PhD തീസിസ്. പിന്നെ അൽ ഹഖീഖത്തുൽ മുഹമ്മദി അല്ലെങ്കിൽ നൂറുൽ മുഹമ്മദി സുബ്ഹുൽ ബിദായാത്ത് വ മിസ്കുൽ ഖിതാമാത്ത്. അതിന്റെ അറബി കിതാബ് കിട്ടും, മലയാളം അതും കിട്ടും, പിന്നെ കന്നഡ പ്രതിപതിപ്പും കിട്ടും. അപ്പോ ഇതൊക്കെ ഞാൻ അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഫിഖ്ഹിന്റെ കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ് ആണ് ആദ്യ സൃഷ്ടി എന്ന് പരാമർശിക്കുന്നത് ഈ ഭാഗത്താണ്, ഫിഖ്ഹിന്റെ കിതാബുകളിൽ. ആയത്തിൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞില്ലേ, അവിടെ ആയത്തില് വേറെ കുറെ ആയത്തിലുണ്ട്. പിന്നെ അവിടെയും അഖീദന്റെ കിതാബിലും അതിന് സൂചനകളുണ്ട്. അതായത് അത് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അഖീദന്റെ കിതാബില് ഷറഹുൽ മഖാസിദില് ഇമാം മുഹഖിഖുൽ ഇസ്ലാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇർഹാസാത്തിന് ഉദാഹരണം പറഞ്ഞപ്പോ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് പ്രകാശിച്ചിരുന്നു എന്നത് ഇർഹാസാത്തിന് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നൂറ് അവ്വൽ ഖൽഖാണെന്നുള്ളതിന് അങ്ങനെ. പിന്നെ സീറയാണല്ലോ അത് വിഷയം. സീറന്റെ കിതാബില്
ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ ഉണ്ട്, ഒരുപാട് തെളിവുകളുണ്ട്. പിന്നെ അപ്പോൾ അതിന് വിമർശിച്ച ഏകദേശം വിമർശനത്തിനൊക്കെ ഞാൻ ആ കിതാബിൽ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷെർവാനി ഇവിടെ പറയുന്നുണ്ട്, അവിടെ മുഹനിന്റെ അസനന്റെ ഇബാറത്ത് നിഹായന്റെ ഒക്കെ ഉദ്ധരിച്ചിട്ട് പറയുന്നില്ല, അന്നഹു അവ്വലു മുസ്ലിമി ഹാദിഹിൽ ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാൻ കാരണം, അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയാൻ കാരണം ഈ ഉമ്മത്തിലെ മുസ്ലിങ്ങളുടെ ആദ്യത്തേതാണല്ലോ എന്ന് അവരൊക്കെ പറഞ്ഞത്. എന്നിട്ട് പറയാം വമാ അഫാദത്തുഹു ബിൽ ആഹിരിൽ ഫിഖ്ഹി അൻസബു. ബസരി പറയാണ്, ഈ മുഗനി നിഹായ മസ്നയൊക്കെ പറഞ്ഞത് ഈ ഉമ്മത്തിലെ ആദ്യത്തെ മുസ്ലിം എന്ന് പറയല് ഫിഖ്ഹിന്റെ ലാഹിറിനോട് കൂടുതൽ യോജിപ്പുള്ളതാണ്. പിന്നെ ലവാഹിറുൽ ഫിഖ്ഹിനോട് വൈങ്കാന മാഫാദഹു ഷാരിഹു അഴുതബു വൈല തഹ്ഖീഖി അഖറബു ഉണ്ടോ. അപ്പൊ അത് ഫിഖ്ഹിന്റെ ലാഹിറിനോട് എന്ന് പറഞ്ഞാല് മുസ്ലിം എന്ന് പറയുന്നത് ഈ ഉമ്മത്തിനാണല്ലോ. കഴിഞ്ഞ പോലെ ഉമ്മത്തിന് എന്താണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദീന് ഹനീഫിയത്ത് എന്നാണ്, പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്ത്, യഹൂദിയത്ത്, നസറാനിയത്ത്, ഇങ്ങനെ വേർതിരിക്കുന്ന ഒന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. പിന്നെ എന്നാൽ തഹ്ഖീഖ് കണ്ടോ, വാസ്തവത്തോട് യോജിപ്പും അക്രബും എന്ന പോലെ രസകരമായത്, അത് ആസ്വദിക്കാൻ പറ്റുന്നത് അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയുമ്പോൾ മുത്തലക്കൻ എന്നാണ്, അതാണ് രുചിയുള്ള വർത്താനം എന്ന്. ആയിദബ് എന്ന് പറഞ്ഞാൽ അതല്ലേ. പിന്നെ അലീഷ് ഇബ്രാഹിം അലീസ് പറഞ്ഞ്, പിന്നെ ലിഅന്നഹു അവ്വലുൽ മുസ്ലിമീൻ ഹാദിഹിൽ ഉമ്മ ഫിൽ വുജൂദിൽ ഖാരിജിയ്യി എന്നാണ്. ഫലാ യുനാഫി അന്നഹു അവ്വലുൽ മുസ്ലിമീൻ മുത്ലഖൻ കമാ ഫി ഇബ്നു ഹജർ തുഹ്ഫയിൽ അങ്ങനെ ഉണ്ടല്ലോ. അതിന് ലി തഖദ്ദുമി ഖൽഖി ദാത്തിഹി എന്ന് അലീഷ് ഇബ്രാഹിം അലീസി പറഞ്ഞു. കാരണം അവ്വലുൽ മുസ്ലിമീൻ ആയാലും എങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാത്തിനെയാണല്ലോ ആദ്യം ഖൽഖ് ചെയ്തത്. ദാത്തിഹി എന്ന് പറഞ്ഞിട്ട് ഐ റൂഹിഹി എന്ന് പറയുന്നുണ്ട് കണ്ടോ. അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യ ഖൽഖ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഹഖീഖത്തു മുഹമ്മദിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് തന്നെ എന്നാണ് ഈ ഭാരത്തുനിന്ന് വന്നത്. അങ്ങനെ എന്താണ് ചില റിവായത്തിലുണ്ട്, ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ അബ്ദുൽ ജീലാനി ഗൗസുൽ ആലം തങ്ങൾ അവിടുത്തെ ഏതായിരുന്നു കിതാബ്, അതിൽ ആ റിവായത്ത് ഉദ്ധരിക്കുന്നുണ്ട്. എന്ത് അവ്വലുമാ ഖലഖല്ലാഹു റൂഹു നബിയിക എന്ന് പറഞ്ഞിട്ട് റൂഹ് എന്ന റിവായത്തുണ്ട്. പിന്നെ മുല്ലാ അലിയുൽ ഖാരി അത് ഉദ്ധരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് റൂഹാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ റൂഹാണ്. ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു തഖീയുദ്ദീൻ സുബുക്കി ബാപ്പാക്ക് എന്ത് കിതാബുണ്ട്, ഒരായത്തിലെ 2 പദങ്ങളുടെ ഇത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, അൽ ഫളു വൽ മിന്ന ഫി തഫ്സീർ ഫി ലയൂമിനന്ന ബിഹി വലയൻസുറുന്ന എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ഇബ്നു ഹജർ റഹിമഹുല്ല എന്താണ് അഷ്റഫുൽ വസായിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്, ഈ നൂറ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് ഒന്നിൽ റൂഹാണ്, അല്ലെങ്കിൽ ഒരു ഹഖീഖത്താണ്. അത് അള്ളാഹു താലാന്റെ ആരിഫീങ്ങൾ, പ്രത്യേകക്കാരായ ആൾക്കാർക്ക് അള്ളാഹു താല അവന്റെ ഹിബത്തായി നൽകുന്ന പ്രത്യേക മാരിഫത്ത് കൊണ്ടേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഹഖീഖത്താണ്. അപ്പോ അങ്ങനത്തെ ഹഖീഖത്ത് എന്ന് പറഞ്ഞപ്പോ നമുക്കൊന്നും തിരിയില്ലല്ലോ. അപ്പൊ റൂഹ് തന്നെ വെക്കാന്ന പിന്നെ മനസ്സിലാവുമല്ലോ. ഞാൻ അങ്ങനെയാണ് കിതാബിൽ പോകുന്നത്, ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടത്. പിന്നെ അപ്പൊ റൂഹ് എന്ന് വെക്കുമ്പോ അപ്പൊ പിന്നെ നൂറ് എന്ന് പറയാൻ കാരണം എന്താ, അത് ഇബ്നു ഹജർ ഇബ്നു കസീർ തഫ്സീറിൽ പറയുന്നുണ്ട്. അവിടെ ഈ ആദം നബി അലൈഹി സ്വലാമിന്റെ മുതുകിൽ നിന്ന് അർവാഹുകളൊക്കെ ഇഖ്റാജ് ചെയ്തപ്പോ അവിടെ വ്യത്യസ്ത പ്രകാശങ്ങളോടുകൂടെയാണ് അർവാഹുകളെ കണ്ടത്. അപ്പൊ അതില് കൂടുതൽ പ്രകാശിക്കുന്ന ഒരു പ്രകാശമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ്. അമ്പിയാക്കളുടെ റൂഹിന് അതിനേക്കാൾ അത്ര പ്രകാശമല്ല, കുറച്ചുകൂടി പ്രകാശം കുറഞ്ഞിട്ട് നല്ല മറ്റുള്ളവരെക്കാൾ പ്രകാശം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സംഭവം കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ അതാണ് റൂഹിന് നൂറ് എന്ന് പറയാൻ കാരണം എന്നിങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണങ്ങൾ. പിന്നെ അതിപ്പോ ഇങ്ങനെ വിഷയം വന്നപ്പോ പഴയ ഓർമ്മ ഇങ്ങനെ കുറച്ചാണ് പറഞ്ഞതാ. ഫിഖിന്റെ കിതാബിലൊക്കെ ഇതുണ്ട്, ഫുഖഹ ഒക്കെ സമ്മതിച്ചതാണെന്നുള്ള അറിയണ്ടേ. പിന്നെ ഇനിയോ അപ്പൊ നമ്മളങ്ങനെ പറയാൻ അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞത് അപ്പൊ ആയത്തുകൊണ്ട് തന്നെ സ്ഥിരപ്പെടുന്നതാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹാണ് ആദ്യ ഖൽഖ്. അതിന്റെ ബാക്കി ഒരു കഷ്ണം കൂടിയുണ്ട്.
ലിതഖദ്ദുമി ഖൽഖി ദാത്തിഹി വഇഫ്റാഗിൻ നുബുവ്വത്തി അലൈഹി ബഅദ ഖൽഖി ജമീഉൽ എന്താണ് ഖബല ഖൽഖി ജമീഉൽ മൗജൂദാത്തി എന്നായിരിക്കും. അവിടെ ഒരു ഷർവാനിയിൽ ആ നക്കൽ ചെയ്തെടുത്തൊരു ഒരു പദം പോയിട്ടുണ്ട്. അത് ഖബല ഖൽഖി ജമീഉൽ മൗജൂദാത്തി എന്നായിരിക്കും. എൻ്റെ നുസ്ഖയിൽ എല്ലാ മൗജൂദാത്തും ഖൽഖ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹിനെ സൃഷ്ടിക്കുകയും ആ റൂഹിനെ എന്ത് ചെയ്തിട്ടുണ്ട്? നുബുവത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നല്ലേ. വഇഫ്റാഗിൻ നുബുവത്തി അലൈഹി, റൂഹിനെ തന്നെ നുബുവത്ത് നൽകിയിട്ടുണ്ട്. എന്ന് നൽകിയിട്ടുണ്ട്? ഇതാ മൗജൂദാത്തിനെ മൊത്തം ഖൽഖ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റൂഹിന് നുബുവത്ത് നൽകിയിട്ടുണ്ട് എന്നാണ്. അതിന്റെ വിശദീകരണം ഇമാം എന്താണ് ഖസ്തല്ലാനി മവാഹിബുൽ ലദുന്നിയയിൽ പറഞ്ഞിട്ടുണ്ട്. നുബുവത്ത് മാത്രമല്ല, മുഴുവൻ എന്താണ് മറാത്തിബുകളും ഫളായിലുകളും ഫുയൂലാത്തുകളും ഒക്കെ റൂഹിന് തന്നെ നൽകിയിട്ടുണ്ട്, അന്ന് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പൊ 40 വയസ്സിൽ നുബുവത്ത് കിട്ടിയെന്ന് പറയുന്നതോ അത് നുബുവത്ത് അസില് നബിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ നിയമനം അല്ല പറയുന്നത്. അത് ആ ദൗത്യ നിർവഹണം ആരംഭിക്കാനുള്ള കൽപ്പനയാണ്. പണ്ട് റൂഹിന് നിയുക്ത എന്താണ് ഖാത്തിമുൻ നബിയിനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ നിയോഗം പണ്ട് നടന്നിട്ടുണ്ട്, നിയമനം. അതാണ് ഈ പറഞ്ഞത്. എന്നിട്ടോ നിയമിക്കുമ്പോൾ തന്നെ ഡ്യൂട്ടി തുടങ്ങൂലല്ലോ. ജനുവരി 1 മുതൽ പുതിയ എന്താണ് ജോലി തുടങ്ങാനുള്ള സ്ഥാനത്തേക്ക് ഇപ്പൊ തന്നെ നിയമിച്ചൊക്കെ വെക്കുമല്ലോ. അപ്പൊ അത് 40 വയസ്സാകുമ്പോഴാണ്. പിന്നെ ഇനി ഇന്ന സ്വലാത്തി വനുസുക്കി മഹിയായ ലില്ലാഹി റബ്ബിൽ ആലമീൻ വഅന മിനൽ മുസ്ലിമീൻ അല്ലേ. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഹാദാ വതറത്ത് യഖൂലു മാ ഫിൽ ആയത്തിൽ അന്നഹു അവ്വലുൽ മുസ്ലിമീൻ മുത്തലഖൻ. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഇതിന്റെ ഭയങ്കര കട്ടയായ ആളാ. ഇത് അവ്വലുൽ മഖ്ലൂഖാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ്. അതെന്നെ പറഞ്ഞതും അവ്വലുൽ മുസ്ലിമീൻ മുത്തലഖൻ എന്നാണ്. അത് അഷറഫുൽ വസായിൽ ശരിക്ക് പറയുന്നുണ്ട്. പിന്നെ ഷമായിലിന്റെ ഷറഹിൽ തുടങ്ങുന്നത് തന്നെ ഇമാം തിർമിദിയെ എന്താണ് ഇത്റാൽ ചെയ്തുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാഹ്യമായ ഷമായിലുകൾ എഴുതിയ കിതാബില് റൂഹിനെ കൊണ്ട് തുടങ്ങിയില്ല, റൂഹിനെ കുറിച്ച് പറയേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ റൂഹ് എന്ന് പറഞ്ഞാൽ നൂറിനെ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ദീർഘമായി പറയുന്നത് നൂറിനെ കുറിച്ച്. അപ്പൊ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അതിന്റെ ഭയങ്കര ആളാ. വലാ യജൂസു ലിഗൈരിഹി കണ്ടോ, ഈ അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് ദുആയിരക്കല് മറ്റുള്ളവർക്ക് പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ ഹറാമാണ്. ലാ യജൂസു എന്നല്ലേ. ലിഗൈരിഹി ദിക്റുഹു മറ്റുള്ളവർക്ക് ഇത് പറയൽ ജായിസല്ല. ദിക്റുഹു ഏത് ആ ആയത്തിലുള്ള ഒന്ന് പറയല് ജായിസല്ല. ഇല്ലാ ഇൻ ഖസദ ലഫ്ളൽ ആയത്തി. അപ്പൊ അത് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഖുർആൻ ഓതുമ്പോ എന്ത് ചെയ്യും നമ്മള് അല്ലേ? അത് ആയത്ത് എന്നുള്ള നിലക്ക്. അപ്പൊ ആയത്ത് എന്നുള്ള നിലക്ക് ഓതാ. അതിന്റെ മാന അന എന്ന് പറയുമ്പോ ഞാൻ എന്നുള്ള അർത്ഥത്തിന് പറഞ്ഞുകൂടാന്ന്. നമ്മള് വജ്ജഹത്ത് ഓതുമ്പോ അന മിനൽ മുസ്ലിമീൻ എന്ന് പറയുമ്പോ അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നല്ലേ. മാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറയുമ്പോ ഞാൻ എന്നല്ലേ. ഉമിർത്തു ബിദാലിക്ക ഒബിദാലിക്ക ഉമിർത്തു എന്ന് പറയുമ്പോ ഞാൻ എന്നാ. അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, ആന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയരുത്. ആയത്തിലുള്ളത് എന്നുള്ള അപ്പാതെ ഉച്ചരിക്കുക എന്നുള്ള നിലക്ക് പറ്റും എന്നാ. ഇനി വലാ യസീദുൽ ഇമാമു അലാ ഹാദാ, ഇമാമ ഇതിനേക്കാൾ വർദ്ധിപ്പിക്കാൻ പാടില്ല. ഇല്ല ഇൻ അമ്മ ഫി മസ്ജിദിൻ ഗൈരി മത്റൂഖിൻ. പിന്നെ ഏതിനേക്കാൾ വർദ്ധിപ്പിക്കാൻ പാടില്ല, ഈ അഫ്ളലായ വജ്ഹത്ത് വജ്ഹി ഉണ്ടല്ലോ അത്. അല്ലെങ്കിൽ പിന്നെ വേറെ ആണെങ്കിൽ അതിന്റെ ചെറുതേ ഓതാൻ പാടുള്ളൂ. ഇതിന്റെ കൂടെ വേറെ വർദ്ധിപ്പിക്കരുത്. പിന്നെ ഏതാ വർദ്ധിപ്പിക്കുന്നത്? അത് ഇതാ ഷർവാനി കുറെ പറയുന്നുണ്ട് വർദ്ധിപ്പിക്കേണ്ട പദങ്ങൾ ഏതൊക്കെയാണ്. ആരാ വർദ്ധിപ്പിക്കുക? ആ ഇമാമ് അല്ലാത്ത ആള്. അല്ലെങ്കിൽ ഇമാമ് ഈ പറഞ്ഞ രീതിയിലാവുമ്പോ ഇല്ല ഇന്നമ്മ നിന്നാൽ ഇമാമ് നിന്നാലല്ലാതെ ഫി മസ്ജിദിൻ ഗൈരി മത്റൂഖിൻ, മത്റൂക്ക് അല്ലാത്ത പള്ളി. മത്റൂക്ക് എന്ന് പറഞ്ഞാല് തറക്കാന്ന് പറഞ്ഞാല് കടക്കുക എന്നാ. അപ്പൊ ആൾക്കാർ വന്നു പോകുന്ന പള്ളി, അല്ലെങ്കിൽ തരീഖ് എന്നുള്ളതിൽ നിന്ന് വഴിവക്കിലുള്ള പള്ളി അല്ലാത്ത പള്ളിയിൽ എന്നർത്ഥം. അപ്പൊ വഴിവക്കിലുള്ള പള്ളിയാകുമ്പോ എല്ലാവരും ഇങ്ങനെ കയറി വരും അല്ലെ. ഇക്കാമത്ത് കൊടുക്കുമ്പോ പങ്ക് കൊടുക്കുമ്പോ ഇങ്ങനെ വന്ന് ജമാഅത്തിന് കൂടും. അപ്പൊ അതല്ലാത്ത പള്ളി എന്നർത്ഥം. അതെന്നെ ബി മഹ്സൂരീന ആർക്കിമാമുന്നു,
ഈ ആൾക്കാർ വന്നിറങ്ങി കയറി ഇറങ്ങി പോകുന്ന പള്ളി അല്ലാത്തതില് മഹ്സൂരിയങ്ങളായ നിശ്ചിത വ്യക്തികൾക്ക് ഇമാമ് നിന്നാലൊഴികെ. പിന്നെ എന്തു വേണം? റളൂബി തത്വീലി, അവരെന്ത് ചെയ്തിട്ടുണ്ട്? തത്വീല് ദീർഘിപ്പിക്കൽ തൃപ്തിപ്പെട്ടവരുമാണ്. അല്ലെ? അപ്പൊ അത്രയും കൈതുണ്ട് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ. ഇമാമ് മസ്ജിദ് ഗൈറു മത്രൂക്കിലായിരിക്കണം, മഹ്സൂരിയങ്ങളെ ഇമാമാകണം, റളൂബി തത്വീലി, അവരെന്താണ്? തത്വീല് തൃപ്തിപ്പെട്ടതായിരിക്കണം. പിന്നൊന്നും കൂടി, വലം എത്ര ഗൈറുഹും വയും കല്ലഹുദൂറുഹു, മറ്റുള്ളവർ ആ മഹ്സൂരിയങ്ങളല്ലാത്തവർ താരി ആകുകയില്ല, ആയിട്ടില്ല എന്നല്ല, ആകുകയില്ല. വയും കല്ലഹുദൂറുഹു എന്ന് പറഞ്ഞതിന്റെ കരീനത്തുകൊണ്ട് അങ്ങനെ വരാനുള്ള സാധ്യത കലീലാണ് എന്നുണ്ടെങ്കിലും അങ്ങനെ ആകാത്തതായിരിക്കണം. പിന്നൊരു കൈതും കൂടിയുണ്ട്, വലാ തഅല്ലഖ ബി ഐനിഹിം, ഈ മൗമൂമിങ്ങളോട് അവരുടെ ഐനിനോട് ബന്ധിക്കരുത്. അതായത് ദിമ്മത്തിന് ബന്ധിക്കുക എന്നല്ല, ഐനിനോട് ബന്ധിക്കരുത്. ഹക്കൊന്ന് മറ്റൊരാളുടെ ഹക്ക് ബന്ധിക്കരുത്. ഏതുപോലെ ഉജറ, തൊഴിലാളികളെ പോലെ ഷോപ്പിലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ജോലിക്കാരുണ്ടാവുമല്ലോ, അവിടെ അരിക്ക, അടിമകളെ പോലെ, മുത്തസവ്വിജാത്തിൻ, ഭർത്തൃമതികളായ സ്ത്രീകളെ പോലെ. അപ്പൊ ഇവരൊക്കെ ജമാഅത്തിനുണ്ടെങ്കിൽ അവരിനി മഹ്സൂരിയങ്ങളായിട്ടും അവർ തൃപ്തിപ്പെട്ടിട്ടും കാര്യമില്ല എന്നല്ലേ? അല്ലാതെ അവർക്ക് പിന്നെ തൃപ്തിപ്പെട്ടിട്ടും കാര്യമില്ല, അവര് തൃപ്തി ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഹക്കുണ്ട്. ഷോപ്പിന്റെ മുതലാളിയുടെ പൈസ കൊടുത്ത് എത്തിയല്ലേ, ഇയാൾക്ക് നിസ്കരിക്കാൻ മാത്രമേ ആ ഇജാറത്തിൽ നിന്ന് ഒഴിവ് സമയമുള്ളൂ. ജമാഅത്തിന് വരാൻ പോലും എന്തില്ല, മുതലാളി സമ്മതിച്ചാൽ വരാമെന്നല്ലാതെ അക്കുദുൽ ഇജാറത്ത് അനുസരിച്ച് അതിനനുമതിയില്ല. പിന്നെ ജമാഅത്തിന്റെ സമയത്ത് തന്നെ വരിക എന്നുള്ള ആ തിരക്കുണ്ടാകുന്ന നേരത്ത് വരേണ്ട ആവശ്യമില്ല. അയാൾ പണി കഴിഞ്ഞിട്ട് സമയം തീരുന്നതിന്റെ ഇടയിൽ വന്ന് നിസ്കരിച്ചാൽ മതി. അങ്ങനെയാണ്. അപ്പോ അടിമകളാവുമ്പോ സയ്യിദിന് ഖിദ്മത്തെടുക്കാനല്ലോ പൈസ കൊടുത്ത് വാങ്ങിയത്. ഭർത്താവ് പെണ്ണിനെ കെട്ടിയെന്തിനാ? ഭർത്താവിന്റെ ആവശ്യങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ വേണ്ടിയല്ലേ. അപ്പൊ ഹക്കുള്ളത് കൊണ്ട് എന്ത് ചെയ്യരുത്, അവര് തൃപ്തിപ്പെട്ടിട്ടും കാര്യമില്ല എന്നർത്ഥം. അപ്പൊ ഇവരെ നീട്ടാവൂ എന്നല്ലാത്തൊരു നീട്ടി. ഇത് പിന്നെ തത്വീലിന്റെ അടുത്ത് എല്ലായിടം ഉള്ള കൈതാണ് ഈ പറയുന്നത്. അത് പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞു, ഇനി വരുന്നിടത്ത് സിയാദത്ത് പറയുന്നിടത്തെല്ലാം പറയും. അപ്പൊ ഈ മത്രൂക്കല്ലാത്ത പള്ളി എന്ന് പറഞ്ഞാൽ മത്രൂക്കായ പള്ളിയും തമ്മിൽ എന്താ വ്യത്യാസം? അതായത് അവിടെ ജമാഅത്തിന് 4 ആളുണ്ടാവും, അവര് വരും, അപ്പൊ ബാങ്ക് കൊടുക്കുമ്പോ തുറക്കും, എന്നിട്ട് ഇത് പൂട്ടി പോവും. അത് തന്നെ. അല്ലെങ്കിൽ ആരും വരൂല, പൂട്ടലില്ല, ആരും ആ പള്ളിയിൽ കയറില്ല, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ ഇന്ന് പൊതുവെ കാണുന്ന മുഴുവൻ പള്ളികളും മത്രൂക്കായ പള്ളിയാണെന്ന് അർത്ഥം. അപ്പൊ അവിടെ ഇനി നീട്ടാൻ പറ്റൂല. പിന്നെ അതിനും പുറമെ എങ്ങനെ ഉജറാ എല്ലാ പള്ളിയിലും ഉണ്ടാവുമല്ലോ ജോലിക്കാര്. മുത്തസവ്വിജാത്ത് എന്ന് പറയുമ്പോ ഇപ്പൊ പള്ളിയിൽ പെണ്ണ് വരണമെന്ന് വരുമോ? അത് വരൂല. മുത്തസവ്വിജാത്തുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളിയിലും പെണ്ണുണ്ടാകണം അങ്ങനെയല്ല ഇതിനർത്ഥം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു വീട്ടില് പുറത്ത് പള്ളിയിൽ പോകാന് ഉതിറുള്ള ഒരാള് വെച്ചോളി, അയാളെ മരുമകളെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യാ? നിസ്കരിക്കുക. മകനാണെ വീട്ടിലുണ്ട്, മരുമകളെയും കൂട്ടിയിട്ട്, അമ്മോശൻ മരുമകളെയും കൂട്ടിയിട്ട് ജമാഅത്ത് നിസ്കരിക്കുക. ജമാഅത്ത് നഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ച് മരുമകളെ വിളിച്ചിട്ട് നിസ്കരിക്കുക. അല്ലെ മോളായിക്കോട്ടെ, അല്ലെ മരുമകൻ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ മരുമകളാണ്, മകൻ വീട്ടിലുണ്ട്. അപ്പൊ ഇവിടെ നീട്ടാൻ പറ്റുമോ? അമ്മോശന് ഇമാം വലിയ ഹുഷുവും ഉഷാറാക്കി ജോറാക്കി നീട്ടാൻ പറ്റും? നീട്ടാൻ പറ്റൂല. പെണ്ണിൽ ബാക്കിൽ നിൽക്കുന്ന പെണ്ണ്, അത് ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അവര് മാത്രമെന്നല്ല, ആ കൂട്ടത്തിലും മറ്റും സ്ത്രീകളും. ഇയാളെ തന്നെ ഭാര്യയുണ്ട്, അല്ലെ ഇയാളെ ഉമ്മ ഉണ്ട്, മകൻ ഉമ്മാനെ കൂട്ടി നിസ്കരിക്കുക, വാപ്പ വീട്ടിലുണ്ട്. അപ്പൊ പറ്റുമോ? പറ്റൂല, നീട്ടാൻ പറ്റൂല. അത് മതിയല്ലോ. സുമ്മ ബഅദഹു ഇന്ന അത്താബിഹി യുസന്നു തഅവുദു. ഇനി ഇത് കൊണ്ടുവന്നാല് അഴുതോദിക്ക ഇത് ഓതിയാലേ, ഇത് ദുആഉൽ ഇഫ്തിതാഹ് കഴിഞ്ഞാല് പിന്നെ തഅവ്വുദ് സുന്നത്താണ് എന്നാണ് ഞാൻ പറയുന്നത്, അല്ലെ? സുമ്മ